വെൽക്കം ടു എയ്സ് ആപ്പ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ മറ്റൊരു പുതിയ അധ്യായമായി നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിലകൾ, റോക്സ്, ശിലകളെക്കുറിച്ചാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായ ശിലകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ശിലകൾ. ഓക്കെ, എന്താണ് ശില? പാറ, കല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഡെഫിനിഷൻ ഇതാണ്: നിയതമായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതവുമായ വസ്തുക്കളാണ് ശിലകൾ എന്നറിയപ്പെടുന്നത്. നിയതമായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതവുമായ വസ്തുക്കളാണ് ശിലകൾ എന്നറിയപ്പെടുന്നത്. ഈ ശിലകളെ പ്രധാനമായും 3 തരമായി തിരിച്ചിരിക്കുന്നു. എത്രയായിട്ടാണ്? 3 എണ്ണം. ഏതൊക്കെയാണവ? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. 3 തരം ശിലകൾ ഏതൊക്കെയാണ്? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. റൈറ്റ്. നമുക്ക് ആദ്യം ആഗ്നേയ ശിലകളെ കുറിച്ച് പഠിക്കാം. ഈ ഭൂവൽക്കത്തിൻ്റെ 2/3 ഭാഗവും ഈ ആഗ്നേയ ശിലകളാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? ആഗ്നേയ ശിലകളാണ്. കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഉത്തരം നമുക്ക് ഇപ്പോൾ പറയുന്നില്ല, ചോദ്യങ്ങൾ മാത്രം പറയുന്നു. ചോദ്യം നമ്പർ 1: ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ശിലകളുടെ മാതാവ്. ഉത്തരം അവിടെ ഉണ്ടല്ലേ. ഉത്തരം ആഗ്നേയ ശിലകൾ. ശിലകളുടെ മാതാവ് ഏതാണ്? ആഗ്നേയ ശിലകൾ. പിതൃശില എന്നറിയപ്പെടുന്നതും ആഗ്നേയ ശിലകളാണ്. പ്രാഥമിക ശില എന്നറിയപ്പെടുന്നതും അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നതും അഗ്നിപർവ്വത ജന്യശിലകൾ എന്നറിയപ്പെടുന്നതും ഫോസിലുകൾ ഇല്ലാത്ത ശില എന്നറിയപ്പെടുന്നതുമെല്ലാം ആഗ്നേയ ശിലകളാണ്. നമുക്ക് ലഭിക്കുന്ന ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടവും ഈ ആഗ്നേയ ശിലകളാണ്. നമുക്കറിയാം, മാഗ്മ തണുത്തുറിഞ്ഞുണ്ടാവുന്ന ശിലയാണ് ആഗ്നേയ ശിലകൾ. മറന്നുപോകരുത്, ശിലകളുടെ മാതാവ് എപ്പോഴും ചോദ്യമാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയ ശിലകൾ, അല്ലെങ്കിൽ ഈഗ്നേയസ് റോക്സ്, അല്ലെങ്കിൽ ആഗ്നേയ ശിലകളാണ്. പിതൃശില എന്ന് വിളിക്കപ്പെടുന്നതും പ്രാഥമിക ശില എന്ന് വിളിക്കപ്പെടുന്നതും അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നതും അഗ്നിപർവ്വത ജന്യശിലകൾ എന്നറിയപ്പെടുന്നതുമെല്ലാം ഈ ആഗ്നേയ ശിലകളാണ്. ഈ ശിലകളിൽ ഫോസിലുകൾ കാണപ്പെടുന്നില്ല. മാറിപ്പോകരുത്, ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണ് ഏത്? ആഗ്നേയ ശില. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടവും ഇതാണ്. ഈ ശില ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മാഗ്മ തണുത്തുറഞ്ഞാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ആഗ്നേയ ശിലകളെ അവ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ബാഹ്യജാത ശിലകളെന്നും അന്തർവേദ ശിലകളെന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. മറന്നുപോകരുത്, ആഗ്നേയ ശിലകളെ അവ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2ആയി തിരിച്ചിരിക്കുന്നത്. എങ്ങനെ? ബാഹ്യജാത ശിലകളെന്നും അന്തർവേദ ശിലകളെന്നും 2ആയി തിരിച്ചിരിക്കുകയാണ്. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി ലാവ തണുത്തുറഞ്ഞ ശിലയാണ് ബാഹ്യജാത ശിലകൾ. ഭൂമിക്ക് വെളിയിൽ മേലോട്ട് വന്ന ശേഷം ഈ മാഗ്മ പുറത്ത് വരുമ്പോൾ ലാവ എന്നറിയപ്പെടുന്നു. ആ ലാവ തണുത്തുറഞ്ഞാണ് ഏത് ശില ഉണ്ടാകുന്നത്? പുറത്ത് ബാഹ്യജാത ശിലകൾ രൂപം കൊള്ളുന്നത്. അതേസമയം ഭൂമിയുടെ ഉപരിതലം തൊട്ടു താഴെയായി ലാവയല്ല, മാഗ്മ തണുത്തുറഞ്ഞാണ് ഏതുണ്ടാവുന്നത്? അന്തർവേദ ശില. ലാവ തണുത്തുറഞ്ഞ് ബാഹ്യജാത ശിലകളും മാഗ്മ തണുത്തുറഞ്ഞ് അന്തർവേദ ശിലകളും രൂപം കൊള്ളുന്നു. അന്തർവേദ ശിലകളുടെ മറ്റൊരു പേരുണ്ട്. അതെന്താണ്? പാതാള ശിലകൾ എന്നാണ്. അന്തർവേദ ശിലകളുടെ മറ്റൊരു പേരെന്താണ്? പാതാള ശിലകൾ, അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്സ് എന്നറിയപ്പെടുന്നു. ഈ ബാഹ്യജാത ശിലയ്ക്ക് ഒരു ഉദാഹരണം പറയാം. ബസാൾട്ട് റോക്കാണ് ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണം. അതേസമയം ഈ ബസാൾട്ട് ശില നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഈ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞാണ് നമ്മുടെ കറുത്ത മണ്ണ് ഉണ്ടാകുന്നത്. ബ്ലാക്ക് കോട്ടൺ സോയിൽ, കറുത്ത മണ്ണ് ഉണ്ടാകുന്നത്. ബാഹ്യജാത ശിലയ്ക്ക് മറ്റൊരു ഉദാഹരണമുണ്ട്, ആൻഡിസൈറ്റ്. ഓക്കെ, ബസാൾട്ടും ആൻഡിസൈറ്റും എല്ലാം ഈ ശിലകൾക്ക് ഉദാഹരണമാണ്. ബസാൾട്ടും ആൻഡിസൈറ്റും. അന്തർവേദ ശിലകൾക്ക് ഉദാഹരണമാണ് ഡയോറൈറ്റ്, ഗബ്രോ, ഗ്രാനൈറ്റ്, ബാത്തോലിറ്റ്സ് എന്നിവ. ഇതെല്ലാം ഏത് ശിലകൾക്ക് ഉദാഹരണമാണ്? അന്തർവേദ ശിലകൾക്ക് ഉദാഹരണമാണ്. ബാഹ്യജ ശിലകൾക്കോ ബസാൾട്ടും ആൻഡിസൈറ്റുമാണ് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. നെക്സ്റ്റ്, അവസാദ ശിലകളെ കുറിച്ച് പഠിക്കാം. അവസാദ ശിലകൾ കാറ്റ്, തിരമാലകൾ, ഒഴുക്കുവെള്ളം, വേലിയേറ്റം, വേലിയിറക്കം എന്നിവയുടെ പ്രവർത്തന ഫലമായി അവസാദങ്ങൾ അടിഞ്ഞുണ്ടാകുന്ന ശിലകളാണ് അവസാദ ശിലകൾ. കാറ്റിൻ്റെ പ്രവർത്തനം മൂലം, തിരമാലകൾ മൂലം, ഒഴുകുന്ന വെള്ളം മൂലം, വേലിയേറ്റമോ വേലിയിറക്കം മൂലം അവസാദങ്ങൾ അടിഞ്ഞാണ് ഏതുണ്ടാകുന്നത്? അവസാദ ശിലകൾ, അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സ് രൂപം കൊള്ളുന്നത്. ഭാരവും കാഠിന്യവും സ്വതവേ ഈ ശിലകൾക്ക് കുറവാണ്. ഈ ശിലകൾ സാധാരണയായി പാളികളായി കാണപ്പെടുന്നു. പാളികളായി കാണപ്പെടുന്നു. ജലത്താൽ രൂപം കൊള്ളുന്നതുകൊണ്ട് ഇതിനെ ജലകൃത ശിലകൾ എന്ന പേരിലും അറിയപ്പെടുന്നു.
ഈ ശിലകളിലാണ് ഫോസിലുകൾ കാണപ്പെടുന്നത്. പെട്രോളിയം, കൽക്കരിയും എല്ലാം കാണപ്പെടുന്നത് ഈ ശിലകളിലാണ്. മറന്നു പോകരുത്, ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകൾ, ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകൾ. പെട്രോളിയം കാണപ്പെടുന്നതും കൽക്കരി കാണപ്പെടുന്നതും ഈ അവസാദ ശിലകളിലാണ്. ജലകൃത ശിലകൾ എന്നറിയപ്പെടുന്നതോ അതും ഇതാണ്. പാളികളായി കാണപ്പെടുന്നതും അവസാദ ശിലകളാണ്. സ്വതവേ ശിലകൾക്ക് എന്ത് കുറവാണ്? ഭാരവും കുറവാണ്, കാഠിന്യവും കുറവാണ്. അവസാദ ശിലകൾ അവ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരമായി തിരിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യം കണ്ടു ആഗ്നേയ ശിലകളെ 2ആയി തിരിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ അവസാദ ശിലകളെ 4ആയി തിരിച്ചിരിക്കുന്നു. അവ എങ്ങനെ രൂപം കൊള്ളുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഒന്ന്, ബലകൃതമായി രൂപം കൊള്ളുന്നവ. ബലകൃതമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ലും കളിമണ്ണും. മണൽക്കല്ലും കളിമണ്ണും എന്തിനുദാഹരണമാണ്? ബലകൃതമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. 2, രാസപ്രവർത്തനം മൂലം രൂപം കൊള്ളുന്ന അവസാദ ശിലകൾ. എങ്ങനെയാണ് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നത്? ഉദാഹരണം ജിപ്സം, മറ്റൊന്ന് കല്ലുപ്പ്. ഇവയെല്ലാം എങ്ങനെ രൂപം കൊള്ളുന്നതാണ്? രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നവയാണ്. ഇനി ജൈവിക പ്രക്രിയയിലൂടെ, എങ്ങനെയാണ് ജൈവിക പ്രക്രിയയിൽ രൂപം കൊള്ളുന്ന അവസാദ ശിലകളാണ് ഈ കൽക്കരിയും ചോക്കും ചുണ്ണാമ്പുകല്ലും എല്ലാം. എങ്ങനെ രൂപം കൊള്ളുന്നതാണ്? ജൈവിക പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്നവ. ഇനി കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപം കൊള്ളുന്ന അവസാദ ശിലയാണ് ലോയിസ്. എങ്ങനെ രൂപം കൊള്ളുന്നതാണ്? കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപം കൊള്ളുന്നതാണ്. ലോയിസ് സമതലങ്ങൾ ചൈനയിൽ ധാരാളം കാണപ്പെടുന്നുണ്ട്. ലോയിസ് സമതലങ്ങൾ. ഓക്കെ, അവസാദ ശിലകളെ അവ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരമായി തിരിച്ചിരിക്കുന്നു. ബലകൃതമായി രൂപം കൊള്ളുന്നവ, രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നവ, ജൈവിക പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്നവ, കാറ്റിൻ്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്നവ. ബലകൃതമായി രൂപം കൊള്ളുന്ന ശിലയാണ് മണൽക്കല്ലും കളിമണ്ണും. രാസപ്രവർത്തനം മൂലം ജിപ്സവും കല്ലുപ്പും രൂപം കൊള്ളുന്നു. ജൈവിക പ്രക്രിയയിലൂടെ കൽക്കരിയും ചോക്കും ചുണ്ണാമ്പും രൂപം കൊള്ളുന്നു. ഇനി കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ലോയിസ് കല്ലുകൾ രൂപം കൊള്ളുന്നത്. ഇതെല്ലാം അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ശകലീയ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ലും എക്കൽക്കല്ലും. ശകലങ്ങൾ പോലെ ഇരിക്കുന്നു. ശകലീയ അവസാദ ശിലകൾ എക്കൽക്കല്ലും മണൽക്കല്ലും എല്ലാം അത്തരം ശിലകൾക്ക് ഉദാഹരണമാണ്. ഇനി കായാന്തരിത ശിലകൾ. എന്താണ് കായാന്തരിത ശിലകൾ? അവ എങ്ങനെ രൂപം കൊള്ളുന്നു? ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും ആഗ്നേയ ശിലകളുടെയോ അവസാദ ശിലകളുടെയോ അടിസ്ഥാന രൂപത്തിലും സ്വഭാവത്തിലും മാറ്റം വന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. ഒരിക്കൽ ആഗ്നേയ ശിലയോ അവസാദ ശിലയോ ആയിരുന്നവ ഉയർന്ന മർദ്ദത്തിലോ ഊഷ്മാവിലോ അവയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റം വന്ന് അല്ലെങ്കിൽ രൂപത്തിൽ മാറ്റം വന്ന് രാസപരമായ മാറ്റമാണ് രൂപം കൊള്ളുന്നത് കേട്ടോ. അങ്ങനെയാണ് ഏത് ശിലകൾ രൂപം കൊള്ളുന്നത്? കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ എന്ന് പറയാമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകളാണ്. ആ ശിലകൾക്ക് ഉദാഹരണം നൈസ്, ഷിസ്റ്റ്, മാർബിൾ, സ്ലേറ്റ്, ക്വാർട്സൈറ്റ്, രത്നങ്ങൾ, വജ്രങ്ങൾ, മരതകം. ഇതെല്ലാം എന്തൊരു ശിലകൾക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. നമുക്ക് കാണാം എങ്ങനെയാണ് ഈ രൂപം കൊള്ളുന്നത്, ഏതൊക്കെ ശിലകൾക്ക് മാറ്റം വന്നാണ് രൂപം കൊള്ളുന്നത്. നമ്പർ 1, ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റിന് മാറ്റം വന്നാണ് ഏത് രൂപം കൊള്ളുന്നത്? നൈസ് എന്ന കായാന്തരിത ശില രൂപം കൊള്ളുന്നത്. കൽക്കരി അവസാദ ശിലയാണ്. കൽക്കരിക്ക് മാറ്റം വന്നാണ് ഗ്രാഫൈറ്റ് രൂപം കൊള്ളുന്നത്. കളിമണ്ണിന് മാറ്റം വന്ന് സ്ലേറ്റ് രൂപം കൊള്ളുന്നു. ചുണ്ണാമ്പുകല്ലിന് മാറ്റം വന്ന് മാർബിൾ രൂപം കൊള്ളുന്നു. മാർബിൾ എങ്ങനെ രൂപം കൊള്ളുന്നത്? ചുണ്ണാമ്പുകല്ലിന് മാറ്റം വന്നാണ്. ഓക്കെ, ബസാൾട്ട് ശിലകൾക്ക് മാറ്റം വന്നാണ് ഷിസ്റ്റ് എന്ന കല്ല് രൂപം കൊള്ളുന്നത്. ഷെയിൽ എന്ന ശിലയ്ക്ക് മാറ്റം വന്നാണ് സ്ലേറ്റ് രൂപം കൊള്ളുന്നത്. അതേസമയം ക്വാർട്സൈറ്റ് രൂപം കൊള്ളുന്നത് മണൽക്കല്ലിന് മാറ്റം വന്നാണ്. സോ ഇത്തരം ശിലകൾ ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും മാറ്റങ്ങൾ സംഭവിച്ചാണ് ഏത് രൂപം കൊള്ളുന്നത്? ഈ കാണുന്ന കായാന്തര ശിലകൾ രൂപം കൊള്ളുന്നത്. വീണ്ടും പറയുന്നു, ശിലകളെ പ്രധാനമായും നമ്മൾ എത്ര തിരിച്ചിരിക്കുന്നു? 3ആയി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണവ? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, പിന്നെ കായാന്തരിത ശിലകൾ. ആഗ്നേയ ശിലകൾ 2 തരമുണ്ട്. പറയൂ, ബാഹ്യജാതവും അന്തർവേദവും. ഓക്കെ, ആഗ്നേയ ശിലകൾ 2 തരമുണ്ടെങ്കിൽ അവസാദ ശിലകൾ 4 തരമുണ്ട്. ബലകൃതമായ രൂപം കൊള്ളുന്നതുകൊണ്ട്, ജലകൃതമായ രൂപം കൊള്ളുന്നുണ്ട്, രാസപ്രവർത്തനം മൂലം രൂപം കൊള്ളുന്നുണ്ട്, കാറ്റിന് നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്നുണ്ട്. ഇനി ആഗ്നേയ ശിലകൾക്കാണെങ്കിൽ കായാന്തര ശിലകൾക്കാണെങ്കിലോ അവ ഈ ആഗ്നേയശിലയോ അവസാദ ശിലയോ ആയിരുന്നവയ്ക്കാണ് മാറ്റം വന്ന് രൂപം കൊള്ളുന്നത്. റൈറ്റ്, നമ്മൾ ശിലകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്.
മറ്റൊരു പുതിയ അധ്യായത്തിൽ നമ്മൾ പുതിയ ടോപ്പിക്കും വരും. അതുവരെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.